പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വനിതാ ദിനം, അതായത് മാർച്ച് 8-ന് ചെങ്ങന്നൂർ സിനിമാസിൽ ചെങ്ങന്നൂർ ഫിലിം സൊസൈറ്റി ഒരു പടം പ്രദർശിപ്പിക്കുകയുണ്ടായി. ഫെമിനിച്ചി ഫാത്തിമ. ആ ഫിലിമിന് തികച്ചും വ്യത്യസ്തമായ, നമ്മുടെ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രമേയമായിരുന്നു. ഗേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലെയൊക്കെയുള്ള ഒരു പ്രമേയം. അതിൻ്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ, പുരുഷന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു സിസ്റ്റത്തിൽ, അതിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ അനേകം പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നതിൽ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു. അതായത് കുട്ടി മൂത്രമൊഴിച്ച ഒരു മെത്ത അത് മാറ്റി വാങ്ങുന്നതുമായി വേണ്ടിയിട്ട് നടുവിന് വേദനയുള്ള ഫാത്തിമയ്ക്ക് ഒരു മെത്ത വേണം. അത് ഉണ്ടാക്കാൻ അനുഭവിക്കുന്ന സ്ട്രഗിള്, അതായിരുന്നു ആ പടത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. ഷംന ഹംസ എന്ന സ്ത്രീയാണ് അതിനകത്ത് ഫാത്തിമയായിട്ട് അഭിനയിക്കുന്നത്. കുമാർ സുനിൽ ആണ് ഉസ്താദായിട്ട്, അതായത് ഫാത്തിമയുടെ ഭർത്താവായിട്ട് അഭിനയിക്കുന്നത്. എല്ലാവരും ആ പടത്തിൽ ഇന്നാരെന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും വളരെ മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു പടമായിരുന്നു. അതായത് നമ്മുടെ സമകാലീന സമൂഹത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു പടമായിട്ട് ആണ് ഞാനതിനെ വിലയിരുത്തിയത്. അതുപോലെ ആ പടം കഴിഞ്ഞതിന് ശേഷവും, തുടങ്ങുന്നതിന് മുമ്പ് ഉദ്ഘാടനം ഉണ്ടായിരുന്നു, അതുപോലെ കഴിഞ്ഞതിന് ശേഷവും അതിൻ്റെ ഒരു നായകൻ കുമാർ സുനിലുമായിട്ടുള്ള ഒരു സംവാദത്തിനുള്ള ഒരു അവസരം ഒരുക്കിയിരുന്നു. എല്ലാവരും ആ പടത്തെപ്പറ്റി വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഈ പടം നേരത്തെ തന്നെ എനിക്ക് കാണാനൊരവസരം വന്നത് കൈവിട്ടു പോയതാണ്. അതുകൊണ്ട് കാണണമെന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് പോയി കണ്ടതാണ്. പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഒരു പ്രമേയമാണ്. ഒരു ചെറിയൊരു വിഷയമാണെങ്കിൽ പോലും അതിനെ എടുത്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച് ഫെമിനിസത്തിൻ്റെ ആവശ്യകത സമൂഹത്തിൽ എന്താണെന്നുള്ളതിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സഹായകമായിട്ടുള്ള ഒരു പ്രമേയമായിരുന്നു എന്ന് പറയുന്നു. ഇനി നമുക്ക് അതിൻ്റെ ആ സംവാദത്തിൻ്റെ ഭാഗം ഒന്ന് കാണാം. സിനിമ ആരും അഭിനയിക്കുകയാണെന്ന് കൂടി തോന്നുന്നില്ല. സത്യത്തിൽ ഇപ്പോഴത്തേക്കുന്ന ചേട്ടയ്ക്ക് എടുത്ത് കിണറ്റിലിടാൻ തോന്നും, അതുപോലത്തെ ആക്ട് ചെയ്യണം ഭയങ്കരം. എന്തായാലും നമ്മുടെ ചലച്ചിത്രം എല്ലാവരും ആസ്വദിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് അതിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ സംവിധായകൻ, എനിക്ക് തോന്നുന്നു നായികയുടെ ബ്രദറായിട്ട് വന്നിട്ടുള്ളത് സംവിധായകനാണെന്ന് തോന്നുന്നു. അതെ, നായികയുടെ ബ്രദറായിട്ട് വന്നിട്ടുള്ളത് സംവിധായകനാണ്. അപ്പോൾ നമുക്ക് ചലച്ചിത്രത്തെ കുറിച്ച് നിങ്ങൾ ആസ്വദിച്ച, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും, സംസാരിക്കാനുണ്ടാവും. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും അദ്ദേഹത്തോട് ചോദിക്കാം, അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. അപ്പൊ സർ, ഞാൻ ആദ്യമേ തന്നെ ചോദിക്കട്ടെ, ഇന്ന് വനിതാ ദിനമാണ്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് അനുയോജ്യമായ സിനിമ തന്നെയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നതെന്ന്. മതത്തിനതീതമായി ആദ്യമേ തന്നെ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ മെസ്സേജ് എന്ന് പറയുന്നത്, സ്ത്രീ എന്നാൽ അവൾ ഫിനാൻഷ്യലി ആരും ഡിപ്പെൻഡ് ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, അവൾ സ്വയം പര്യാപ്തയായിരിക്കണം. ആ ഒരു മെസ്സേജാണ് മതത്തിനപ്പുറത്തേക്ക് എനിക്ക് ആദ്യമേ തോന്നിയത്. ആദ്യമേ തന്നെ ഇത് ഒരു ഫെമിനിസം, നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ ഫെമിനിസം പറയാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും എന്തോ വലിയ ആശയങ്ങളൊക്കെ കടുകട്ടിയായിട്ടുള്ള വാചകങ്ങളിൽ ഇങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന, അങ്ങനെയൊന്നുമല്ല. ചെറിയ രീതിയിൽ ഒരു പെഡിനെ ആസ്പദമാക്കി ഒരു കഥ അങ്ങനെ പോകുമ്പോൾ കുഞ്ഞൊരു കാര്യത്തിലൂടെ വലിയൊരു ആശയമാണ് നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വരും നാളുകൾ എങ്ങനെയായിരുന്നു ഈ ഒരു ചിത്രത്തിലേക്കുള്ളതെന്ന് പറയുന്നു. ആദ്യമായി ഇത്രയും നേരം ഈ സിനിമ കണ്ട്, ഞായറാഴ്ചയാണ്, എല്ലാവർക്കും ഒരുപാട് പരിപാടികൾ ഉണ്ടാവുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതെല്ലാം ഒഴിവാക്കിയിട്ടാണെങ്കിൽ പോലും ഇവിടെ വന്ന് ഇത്രയും നേരം കണ്ട എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. ഇത് സംഘടിപ്പിച്ചവരോട് അതിനേക്കാൾ എൻ്റെ ഹൃദയം നന്ദി പറയുകയാണ്. വളരെ ചോദ്യം അത് ഫാസിലാണ് പറയേണ്ടത് കൃത്യമായിട്ട്. കാരണം ഫാസില് ഈ സിനിമയുടെ ക്യാരക്ടർ എന്നോട് പറയുന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഫാസിലെ ഈ സാധനം എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഫാസിൽ പറഞ്ഞത്, ഫാസിൽ സ്വന്തം സിസ്റ്റർ വീട്ടിൽ പോയിട്ടുണ്ട് താമസിക്കാൻ പോകുന്ന സമയത്ത് രാവിലെ ഫാസിൽ ഉറക്കത്തിൽ കേൾക്കുന്നത് ഒരു ഡയലോഗാണ്, അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞാൻ ഇത്രയും കാലം മൂത്രം തട്ടിക്കാതെ കൊണ്ട് നടന്ന ബെഡായിരുന്നത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക. ഇത് ഫാസിൽ രാവിലെ കേൾക്കുന്ന സമയത്ത് ഫാസിലിന് അവിടെ നിന്നാണ് ഇത് സ്ട്രൈക്ക് ചെയ്യുന്നത്.
പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നതാണ് ഫാസിൽ എന്നോട് പറഞ്ഞത്. ഈ ഫെമിനിച്ചി എന്ന് പറയുന്ന ഒരു സാധനം ഫാസിലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഫെമിനിച്ചി എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒരു മോശമായിട്ടുള്ള വാക്കായിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷെ ഞങ്ങൾ വളരെ നല്ല അർത്ഥത്തിലാണ് ഇത് ഫെമിനിച്ചി അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്കിന് കാണുന്നത്. അതെ, അത് ചോദിച്ചാൽ അത് മാത്രമല്ല, ഫെമിനിസം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം നമ്മുടെ ഒരു കേരളത്തിൽ തന്നെ നമ്മൾ ഫെമിനിസ്റ്റുകളെന്ന് അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു രൂപമുണ്ടല്ലോ. അതായത് ആരെയും മോശപ്പെടുത്തുമല്ല, ഒരു ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ പൊട്ട്, വലിയ കമ്മല്, അങ്ങനെയൊക്കെ ഒരു സങ്കല്പമുണ്ട്. ഒരു അവര് അത് അറിഞ്ഞോ അറിയാതെ വന്നുപോയൊരു സങ്കല്പമാണ്. അതിനപ്പുറത്തേക്ക് എന്താണോ ഫെമിനിസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണോ ഫെമിനിസത്തിലൂടെ നമ്മൾ സ്ത്രീകൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്, ആ ഒരു വിഷയം വളരെ ക്യൂട്ടായിട്ട് തന്നെ വലിയ അലങ്കാരപ്പണികളൊന്നും ഇല്ലാതെ സംവദിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതാണ് അതിന് ഏറ്റവും വലിയൊരു താങ്ക്സ് ഉണ്ട്.